രസമെന്ന് വെച്ചാൽ ഈ ബ്രോന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴേ സീനിയേഴ്സ് കുറച്ച് പേര് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും എൻകറേജ് ചെയ്യാൻ പാടില്ല, ബഹുമാനം നഷ്ടപ്പെട്ടു, ബഹുമാനം പോകും, സാറൊന്ന് വിളിപ്പിക്കണം, വലിയൊരു അധികാര പദവി. ഒരുപക്ഷെ നിയമം പഠിച്ചുകൊണ്ടാണ് ഞാൻ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടുന്നതും. കാരണം നിയമം പഠിച്ചു കഴിയുമ്പോൾ നിയമപരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടെന്ന് നമുക്ക് യോജിക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ ലിറ്ററസിയാണ്. നമുക്ക് എഴുത്തും വായന അറിയാമെന്നാണ് നമ്മൾ പറയുന്നത്. RTA കൊടുക്കാൻ, ചോദ്യം ചോദിക്കാൻ 10 രൂപയും ഒരു ചോദ്യം ചോദിക്കാനുള്ള മനസ്സും മാത്രമേ ആവശ്യമുള്ളൂ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇറ്റ്സ് ഓൺലി സർവീസ്, ഇറ്റ്സ് ഓൺലി ജോലിയാണത്. ഇതിന് വലിയ പരിവേഷമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സർക്കാരായി പോയി എന്നാണ്. ഐ ആം ദ ഗവൺമെൻറ് എന്നുള്ള, ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ളൊരു ഭാവം കയറി. ഇഫ് യു ഡ്രൈവർ കോൾസ് യു ബ്രോ ഹൗ വിൽ യു ഫീൽ എന്ന്, എനിക്ക് പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രൈവറെ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രോ എന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ എങ്ങനെ നീ സഹിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊന്നും നമുക്ക് മറുപടിയില്ല. പ്രശാന്ത് നായർ അകത്ത് നിന്ന് നടത്തുന്ന ഒരു സമരമാണ്, വേറെ നിലയിൽ സമരം എന്നുള്ളതല്ല, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. സത്യത്തിൽ കക്ഷി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും രാഷ്ട്രീയം ഇല്ല. അവർക്ക് അടിമത്തം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവും എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉടനെ എന്താ ചെയ്യുക, എവിടെയെങ്കിലും പിടിച്ച് കെട്ടാൻ നോക്കും. പൊതുബോധത്തിന് ഉള്ളത്, അതായത് സിവിൽ സർവന്റുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, ഫുൾ കൈ ഷർട്ട് ഇട്ട് ഇങ്ങനെ ചാടി ഓടി ഭയങ്കര തിരക്ക് അഭിനയിക്കണം, ഇല്ലാത്ത തിരക്ക് അഭിനയിക്കണം. എന്തിനാണ് ഇതിന് മാത്രം ഓടുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. കളക്ടറുടെ പണി നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെലിഗേഷൻ കൊടുക്കുകയും അനാവശ്യമായിട്ടുള്ള ഈ ഉദ്ഘാടനം പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജോലിയിൽ കേന്ദ്രീകരിച്ചൊക്കെയാണെങ്കിൽ 2 മണിക്കൂർ നേരത്തെ ഫയൽ വർക്കേ ഉള്ളൂ. കേരളത്തിലെ IAS ഉദ്യോഗസ്ഥരിൽ ജനപ്രീതി കൊണ്ടും വേറിട്ട പ്രവർത്തന ശൈലി കൊണ്ടും ജനമനസ്സുകളിൽ ഇടം പിടിച്ച ആളാണ് പ്രശാന്ത് നായർ. കളക്ടർ ബ്രോ എന്ന പേരിൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഇദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിവാദ പുരുഷൻ കൂടിയാണ്. അദ്ദേഹം ഭരണനിർവഹണ രംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാം ജനകീയമാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. കളക്ടറുടെ ഏറ്റവും അവസാനമിറങ്ങിയ പുസ്തകം സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്നാണ്. ഇതിൻ്റെ അവതാരികയിൽ, അതിൻ്റെ ആമുഖത്തിൽ, ആമുഖം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു 10 ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് ഒരു ആശുപത്രി മാറ്റാൻ കഴിയും, 1000 ചോദ്യം കൊണ്ട് ഒരു നഗരത്തെ മാറ്റാൻ കഴിയും, 1,00,000 ചോദ്യം കൊണ്ട് സംസ്ഥാനത്തെ മുഴുവനായി മാറ്റാൻ കഴിയും. ചോദ്യം നിങ്ങളോടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം പ്രശാന്ത് അവസാനിപ്പിക്കുന്നത്. ചോദ്യം അങ്ങോട്ടാണ്: ഇത് എന്നെങ്കിലും സാധ്യമാകും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ 1,00,000 ചോദ്യം വേണമെന്ന് പോലും പറയുന്നില്ല, 10,000 ചോദ്യം മതി എന്നാണ് പറയുന്നത്. കാരണം ചോദ്യം ചോദിച്ചാണ് ഇവിടം വരെ നമ്മുടെ സമൂഹമായാലും നമ്മുടെ എനി സിസ്റ്റം എല്ലാം ഇമ്പ്രൂവ് ആയി വന്നിട്ടുള്ളത്. ഒരു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പം 2005 ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ടൂള് നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രാജ്യത്തും ഇതുപോലൊരു ടൂളില്ല. അങ്ങനെ നമുക്ക് വി ഡോണ്ട് ഹാവ് എനിത്തിങ്, ഒരു ഓപ്ഷൻ, ഒരു കമ്പാരിസൺ പോലും ഇല്ല ഇങ്ങനത്തത്. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ടൂള് കിട്ടിയതിന് ശേഷം നമ്മൾ എത്രത്തോളം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം. കേരളത്തിന് പറയാൻ സത്യത്തിൽ എന്താ ഉള്ളത്? നമുക്ക് എപ്പോഴും നമ്മൾ കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ ലിറ്ററസിയാണ്. നമുക്ക് എഴുത്തും വായന അറിയാമെന്നാണ് നമ്മൾ പറയാം. അത് പ്രവൃത്തിയില്ലാതെ എഴുത്തും വായനയും മതി. ഈ RTA കൊടുക്കാൻ, ചോദ്യം ചോദിക്കാൻ 10 രൂപയും ഒരു ചോദ്യം ചോദിക്കാനുള്ള മനസ്സും മാത്രമേ ആവശ്യമുള്ളൂ. കറക്റ്റായിട്ടുള്ള ചോദ്യം ചോദിക്കണം. പക്ഷേ എങ്ങനെ ചോദിക്കണം, എന്ത്, എങ്ങനെ, എപ്പോൾ, ഇത് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് നമുക്ക് പിടിച്ചു കുലുക്കാൻ പറ്റും. ഇത് അത്ര വലിയ എഴുത്തും വായനയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വലിയ പൊങ്ങച്ചൊന്നും പറയാനില്ലാത്ത രാജ്യങ്ങളല്ല, സ്റ്റേറ്റുകൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ നമ്മളിപ്പം ഇവിടുത്തെ പത്രങ്ങളിൽ വായിക്കുന്ന വലിയ വലിയ കുംഭകോണങ്ങൾ പുറത്ത് വന്നതോ ഇതൊക്കെ വായിക്കണ്ടല്ലോ. ഇതിൽ ഓൾമോസ്റ്റ് 99% അവിടുത്തെ ഏതെങ്കിലും ഒരു RTA ആക്ടിവിസ്റ്റ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് ഈ പുസ്തകത്തിൻ്റെ ഇടയിൽ സാറ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത് പൗരന്മാർക്കുള്ള ഒരു ആയുധ പുസ്തകമാണ് എന്നാണ്. ആയുധം എന്ന് മതി. ഈ ജനങ്ങളിലേക്ക് കളക്ടർ ബ്രോ എന്ന വാക്ക് തന്നെ ഒരു ജൻസി വാക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്, നേരത്തെ വന്നതാണെങ്കിലും. അങ്ങനെ ഒരു കളക്ടർ എന്ന് പറയുന്ന ഒരു അധികാര ബിംബം അതിനകത്ത് നിന്ന് ജനങ്ങളിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് കരുതി അവർക്കിങ്ങനെ അവരെ ഇടപെടൽ ശേഷി ഉണ്ടാക്കണം എന്ന് കരുതുന്നതൊക്കെ എന്തുകൊണ്ടാണ്? അടങ്ങിയിരിക്കാത്ത ഒരാൾ. ശരിക്കും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കളക്ടർ എന്ന
കളക്ടറെ ഒരു അധികാരത്തിൻ്റെ ഒരു പൊസിഷനായിട്ട് കാണുന്നുണ്ട് നമ്മൾ പൊതുവേ സൊസൈറ്റിയിൽ. IAS എന്നുള്ളതിനെക്കാട്ടിലും ഇപ്പോൾ കളക്ടർ എന്ന് പറയും. കളക്ടർ ഇസ് ഓൺലി ആക്ച്വലി റിലേറ്റീവ്ലി ജൂനിയർ പോസ്റ്റ്. പക്ഷേ ഇപ്പോഴും IAS എന്ന് പോലും പറയില്ല. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇറ്റ്സ് ഓൺലി എ സർവീസ്, ഇറ്റ്സ് ഓൺലി ജോലിയാണത്. ഇത് ഏതൊരു സർക്കാർ മേഖലയിലുള്ള ഒരു ജോലിയും പോലെ ഒരു ജോലി മാത്രമാണ്. ഇതിന് വലിയ പരിവേഷമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആ ജോലി അവിടെ നിൽക്കട്ടെ. അതർവൈസ് നിങ്ങൾ ആരാണ്? പൗരനാണ്. നിങ്ങൾ സർക്കാരൊന്നുമല്ല. ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സർക്കാരായി പോയി എന്നാണ്. ഐ ആം ദ ഗവൺമെൻറ് എന്നുള്ള, ഐ ആം ദ സ്റ്റേറ്റ് എന്നുള്ളൊരു ഭാവം കയറും. അങ്ങനെയല്ല. നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ റിട്ടയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് പലർക്കും, പക്ഷെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഈ പരിവേഷത്തിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ യു ആർ ജസ്റ്റ് വൺ ഓർഡിനറി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ നിങ്ങൾ അതിന് ഈ സർവീസിൽ വരുന്നതിന് മുമ്പും അതിന് ശേഷവും എന്താണോ നിങ്ങളുടെ ചുറ്റുപാടുള്ള, നിങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ കുടുംബമുണ്ട്, ബന്ധുക്കളുണ്ട്, ഇവരെല്ലാവരും ജീവിക്കുന്ന അതേ ജീവിതം തന്നെയാണ് നിങ്ങളും ജീവിക്കുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ ഈ പാരഫെർണാലിയൊക്കെ തലക്ക് പിടിക്കുമ്പോൾ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സത്വം എന്തോ ആണ്, അതുമായിട്ട് തന്നെയാണ് നിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സർവീസിൽ കയറുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതവും അതിനുശേഷമുള്ള എൻ്റെ ഞാനൊരു സിവിൽ സർവീസ് ഫാമിലിയിൽ നിന്നൊന്നും അല്ല വന്നത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കുടുംബം ഇന്നും നമ്മുടെ ബാക്കി ബന്ധുക്കളും എല്ലാവരും what they go through, I know that. എനിക്ക് ഇതൊന്നും എൻ്റെ സുഹൃത്തുക്കളായാലും എല്ലാവരും സിവിൽ സർവീസുകാരൊന്നുമല്ല. ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് സിവിൽ സർവീസുകാരുടെ കൂടെ പാർട്ടി നടത്തിയൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ സൗഹൃദങ്ങളുണ്ട്, എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. അവിടെ നിന്നുള്ള ഇൻപുട്സും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ ഐ കണക്ട് മോർ വിത്ത് ദം. ഈ പുസ്തകം RTI ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ ഏറ്റവും ജനാധിപത്യ മൂല്യമുള്ള ഇതെന്ത് എന്ന് ചോദിച്ചാൽ പറയാവുന്നൊരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ 2005 ഇങ്ങനെയൊരു നിയമം പാസ്സാക്കുന്നതിന് കാരണമായി തീർന്നത് 28-ാം വയസ്സിൽ IAS പദവി ഉപേക്ഷിച്ച അരുണ റോയ് എന്ന സ്ത്രീയാണ്. 28-ാം വയസ്സിൽ അവരത് ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കുന്നതിന് കാരണമായിത്തീരുന്നു. പക്ഷേ 20 വർഷം കഴിഞ്ഞിട്ടും ഇത് വേണ്ടത്ര ജനം ഉപയോഗിക്കുന്നില്ലേ എന്ന തോന്നലിൽ നിന്നാണോ മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ ഇത് ജനങ്ങൾക്ക് ടൂളായി ഇപ്പോൾ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത്? മലയാളികൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. മലയാളികളെക്കാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കഷ്ടം തോന്നിയത് കൊണ്ടാണ് ഇത് എഴുതേണ്ടി വന്നത്. എന്ന് മാത്രമല്ല, മലയാളികൾ പൊതുവേ അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ബോധവാനാണ് അല്ലേ. പക്ഷേ ഈ വിവരാവകാശം കൃത്യമായി നടപ്പിലാക്കി എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇപ്പോഴും പല ഓഫീസുകളിലും സോമോട്ടോ അറിയിക്കേണ്ട വിവരങ്ങൾ അറിയിക്കുന്നില്ല. ഇതിൻ്റെ അപ്പീൽ പ്രൊസീജിയർ നേരാവണ്ണം അല്ല ചെയ്യുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റം ഇങ്ങനെ പോയാൽ മതി എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ സൈഡിൽ ചോദിക്കുന്നവനുണ്ടല്ലോ, ഹീസ് നോട്ട് അവെയർ, അയാൾക്ക് അറിയില്ല. അപ്പം എന്താ അറിയാത്തതെന്ന് വെച്ചാൽ എങ്ങനെ ചോദിക്കണം, എവിടെ ചോദിക്കണം, ആ ഒരു ട്രിക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വിവരാവകാശത്തിൽ നമ്മൾ ചോദിക്കുന്നത് ഇൻഫർമേഷനാണ്, വിവരമാണ് ചോദിക്കുന്നത്, അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും അങ്ങനെ ആയിപ്പോവും. വളരെ ജെന്യുവനായിട്ടുള്ള, വളരെ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആൾക്കാർ തന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്നൊക്കെയാണ് ചോദ്യം എഴുതുക. ഇപ്പം എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലിയിൽ ചോദിക്കാൻ കൊള്ളാം, പക്ഷെ വിവരാവകാശത്ത് ചോദിക്കുമ്പം ഇൻഫർമേഷനാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എങ്ങനെ ഇത് നോ പറയാമെന്നും പറഞ്ഞിട്ടാണ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ കാരണം നോക്കിയിരിക്കുകയാണ്. കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രം എത്രയോ പേര് അവരുടെ വിവരാവകാശം തട്ടിപ്പോവും. അപ്പോൾ തട്ടിപ്പോയി കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിരാശയാണ്. ദിസ് വി നീഡ് ടു കറക്റ്റ് എന്നുള്ളതാണ്. ഒരു IAS ഓഫീസറെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം അകത്ത് നിന്ന് കാണുന്നത് കാരണമാണ് ഈ അരുണ റോയ് ആണെങ്കിലും ഞാനാണെങ്കിലും വേറെ എത്രയോ പേരാണെങ്കിലും ഞങ്ങൾക്കത് കാണുമ്പം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, ഇങ്ങനെ അല്ല മാഷേ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ മറ്റൊരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. നമുക്കറിയാം ഈ സിസ്റ്റം അകത്ത് എങ്ങനെയാണ് പ്രതികരിക്കുകയാണ്, എങ്ങനെയാണ്, എന്തിനോടാണ് ഇവർക്ക് ഭയം, എന്തിനോടാണ് ഇവർക്ക് ഭയം ഇല്ലാത്തത്. ഇതൊരു ഫയൽ അന്വേഷണമാണ്, ഒരു ഫയലിന്റെ പിന്നാലെ പോക്കാണ്. എന്താണ് ശരിക്കും ഒരു ഫയൽ? നല്ല ചോദ്യമാണിത്. കാരണം പലപ്പോഴും വിവരാവകാശത്തിന് എന്തെങ്കിലും എഴുതി കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് എ ഫയൽ ഇസ്. കാരണം ഫയലിനകത്താണ് ഗവൺമെൻറ്റിൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലച്ചോറ്. ഗവൺമെൻറ് എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ തീരുമാനമെടുക്കുന്നു, ആരാണ് അതിന് ഉത്തരവാദി, ഇതൊക്കെ കണ്ടെത്തേണ്ടത്
ഒരു ഫയലാണ്. ഫയലില്ലാതെ ഒരു തീരുമാനവും സർക്കാരിന് എടുക്കാനും പറ്റില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. എഴുതിയിട്ടല്ലാതെ ഒരു ഫയലിൽ ഒരു അനുമതി ഇല്ലാതെ ഒരു തീരുമാനവും എന്തും ആയിക്കോട്ടെ, കലുങ്ക് നിർമ്മാണം മുതൽ ഒരാളുടെ സ്ഥലം മാറ്റം ആയിക്കോട്ടെ, വലിയ ഉദ്ഘാടനം ആയിക്കോട്ടെ, കോടികളുടെ സാധനങ്ങൾ വാങ്ങുന്നതായിക്കോട്ടെ, ഒരു പരസ്യം കൊടുക്കുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ഫയൽ ഉണ്ടായിരിക്കണം. അതിൽ ഇതിനൊരു സിസ്റ്റവും പറയാം, എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയും. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, ടെക്നിക്കൽ സാങ്ഷൻ, ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ ടെക്നിക്കൽ സാങ്ഷൻ വേണം, ഫിനാൻഷ്യൽ സാങ്ഷൻ വേണം, അതിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി അതിന് ബഡ്ജറ്റ് ഇത് വേണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്ക് പേടിച്ചു ആൾക്കാർ, അയ്യോ ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടോ. പക്ഷേ കാര്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് വലിയ തലപോകുന്നൊന്നുമല്ല. ഒരു ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗമായിട്ട് കാണാം. ഒന്ന് നോട്ട് ഷീറ്റ് എന്ന് പറയും, ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ കറസ്പോണ്ടൻസ് എന്ന് പറയും. ഇപ്പം നോട്ട് ഷീറ്റിലാണ് അഭിപ്രായം എഴുതി പോവുക. അപ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് എഴുതി ഇങ്ങനെ പോകും, ഓരോരുത്തരുടെ അഭിപ്രായം എഴുതും. അവസാനം ഏറ്റവും ആ ഓഫീസിൽ തലപ്പത്തുള്ള ഒരാൾ, തീരുമാനം എടുക്കേണ്ട ആൾ വരെ അത് പോകും. സെക്രട്ടറി ആണെങ്കിൽ ചിലപ്പോൾ മന്ത്രി വരെ പോകേണ്ടി വരും, അല്ലെങ്കിൽ സെക്രട്ടറി വരെ പോകേണ്ടി വരുമായിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കറസ്പോണ്ടൻസിലാണ് വന്നു ചേരുന്ന കത്തുകളും അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തോട്ട് പോകുന്ന കത്തുകൾ, വേറെ ഏതെങ്കിലും ഡോക്യുമെൻ്റ്, ഇതൊക്കെ കറസ്പോണ്ടൻസിലും വയ്ക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതിനെയാണ് ഒരു ഫയലിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഇത് പ്രശാന്ത് നായർ അകത്ത് നിന്ന് നടത്തുന്ന ഒരു സമരമാണ്, വേറൊരു നിലയിൽ സമരം എന്നുള്ളതല്ല, ഒരു സേവനം എന്നതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ജോലിയാണ്. അതേസമയം ഇപ്പോൾ അരുണ റോയ് പുറത്തേക്ക് പോയതാണ്, ഇപ്പോൾ കണ്ണൻ ഗോപിനാഥ് പുറത്തേക്ക് പോയതാണ്, സുരേഷ് കുമാർ, ശിവകാമി, അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പല നിലയിൽ സേവനം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇതിനകത്ത് നിശബ്ദരായി തുടരേണ്ടി വരുന്ന ഗതികേടുണ്ടായപ്പോൾ പുറത്തേക്ക് പോയതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതേസമയം അകത്ത് നിന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതുന്ന അകമാണോ പുറമാണോ കുറച്ചുകൂടി സ്വതന്ത്രമായ ഇടം? എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും അവരവരുടെ ചോയ്സാണ് വിനിയോഗിക്കുന്നത്, അല്ലേ? അവരവരുടെ കരിയർ പാത്ത് അവരുടെ മനസ്സിലുണ്ടാവും, അവർക്ക് കംഫർട്ട് ലെവൽ തോന്നുന്ന ഇതുണ്ടാവും, പല കാരണങ്ങൾ കാണും, ആംബിഷൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിവിൽ സർവീസ് ആഗ്രഹിച്ചാണ് ഈ പരീക്ഷ എഴുതി ഇതിൽ വന്നത്. ഇതിനകത്ത് നിയമാനുസരണം ജോലി ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉറപ്പ് തരാൻ വേണ്ടിയാണ് ഭരണഘടനയും അതിൻ്റെ കീഴിലുള്ള സിസ്റ്റംസും ഒക്കെ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ അപജയങ്ങളുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും അപജയങ്ങളുണ്ടാവും. പക്ഷെ അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു സംഭവമല്ല, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനോട് നീജർക്കായിട്ട് റിയാക്ട് ചെയ്യാനാണെങ്കിൽ ഞാനൊരു നല്ലൊരു ബ്യൂറോക്രാറ്റ് അല്ല. ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന, ഒരു സിവിൽ സർവൻറ്റിന് വേണ്ടുന്ന ഒരു ആവശ്യം വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്, പെർസിവറൻസ് ആണ്. നമ്മൾ പരീക്ഷയിൽ പോലും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ പെർസിവറൻസ് ആണ്. പിടിച്ച് അതിൻ്റെ ആ ഒരു ഫൈനൽ കൾമിനേഷൻ വരെ, അതിൻ്റെ റിസൾട്ട് വരെ ഉടുമ്പ് പിടിച്ച പോലെ പിടിക്കാനുള്ളൊരു ശേഷി വേണം. അല്ലാതെ നീജർക്കായിട്ടുള്ള റിയാക്ഷൻസ്, നമ്മൾ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ അല്ല, യഥാർത്ഥത്തിൽ റെസ്പോൺസ് ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇപ്പം ഫയലിൽ മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ എന്ന് പറയുന്നത് വളരെ ഓൾഡ് സ്കൂളാണ്. മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പല ടൂൾസും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ലീഗലായിട്ടുള്ള ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. അത് ഓരോ ടൂളും ഉപയോഗിച്ച് തന്നെ, പ്രത്യേകിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളും പബ്ലിക് ഒപ്പീനിയൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇടുക തന്നെ വേണം. അല്ലാതെ രഹസ്യമായിട്ടോ ഒരു 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 എന്താ പറയുക, സെറ്റിൽമെൻറ്റ് ഭാഷയിലോ നമ്മൾ തമ്മിലങ്ങ് സെറ്റിൽ ചെയ്ത് കളയാം, ആ ഒരു പരിപാടിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. ട്രാൻസ്പെറൻസി വേണം. അവിടെയാണ് ഈ ട്രാൻസ്പെറൻസിയുടെ കാര്യം വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന ഒരു ആശയം പ്രധാനമായി തീരുന്നത്. പുറത്തേക്ക് പോയി പറയുന്നതാണോ, അകത്തുനിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കുന്നത് ഏതുവരെയാകാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യവും സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സ്വാതന്ത്ര്യം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. പലതും സ്വയം നമ്മൾ തന്നെ വിശ്വസിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടിമത്തമാണ്. നമ്മുടെ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സായിപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ അന്ന് നമ്മൾ ഇന്ത്യക്കാർ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യക്കാരൻ്റെ അഭിപ്രായത്തിന് ഇവിടെ എന്ത് വില? നമ്മൾ ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ്? അടിച്ചമർത്തി നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ആൾക്കാരെ മുഴുവൻ ഒരു വരച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ
തുടർച്ചയാണ്. അപ്പോൾ ആ തുടർച്ചയിൽ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ തുടരുന്ന ആൾക്കാർക്ക് ഒന്നും മിണ്ടാൻ പാടില്ല മേലെ എന്ന് പറഞ്ഞാൽ ഓ എന്ന് പറഞ്ഞു. പക്ഷേ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു 1950 നമ്മൾ ഭരണഘടന വന്നതിന് ശേഷം റൂൾ ഓഫ് ലോ ആണ്, അല്ലാതെ റൂൾ ഓഫ് ദ ബോസ് ഒക്കെ പോയി. അത് രാജഭരണത്തിലാണ് അതൊക്കെ നടക്കുന്നത്. രാജാവ് പറഞ്ഞു അപ്പോൾ ദ കിങ് ക്യാൻ ഡു നോ റോങ്, അപ്പോൾ രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു 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 ഇപ്പം മേലുദ്യോഗസ്ഥരും അത് പോലീസിൽ നടന്നിട്ടുമുണ്ട്. കീഴിലുള്ള ഉദ്യോഗസ്ഥരെടുത്ത് പറയുന്നത് നീ വെടിവെച്ച് കൊന്നോ അയാളാണ് എന്ന് പറയും. വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്, ഇല്ലേ? ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ റൂൾ ഓഫ് ലോ എന്നാണ് പറയുന്നത്. മേലുദ്യോഗസ്ഥൻ കൊല്ലാൻ പറഞ്ഞാൽ കയറി കൊന്നിട്ട് ഞാൻ കൊന്നു എന്ന് പറഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല മോനെ. നിയമം എന്താണ് പറയുന്നത് അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് എല്ലായിടത്തും ബാധകമാണ്, ഫയലിനകത്തും ബാധകമാണ്. മേലുദ്യോഗസ്ഥൻ്റെ ആഗ്രഹം വേറെയാണെന്ന് വിചാരിച്ചിട്ട് നിയമം ലംഘിച്ചുകൊണ്ടൊന്നും കീഴുദ്യോഗസ്ഥൻ എഴുതേണ്ട കാര്യം ഇവിടെ ഇല്ല. റൂൾ ഓഫ് ലോ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ റൂൾ ഓഫ് ലോ ലംഘിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു സ്പീക്ക് ഔട്ട് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. മാത്രമല്ല ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് സംസാര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കാമെന്ന് 19(2)ലും പറഞ്ഞിട്ടുണ്ട്. 19(2) എടുത്ത് വായിച്ചു നോക്കിയാൽ പോരെ. 19(2)ൽ പറഞ്ഞിട്ടുണ്ട് എന്താ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഡിഫമേഷൻ, അല്ലെങ്കിൽ ക്രൈം ഇൻസൈറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയുമ്പോഴാണ് ഭരണഘടന എന്നൊക്കെ കൃത്യമായിട്ട് പറയുമ്പോൾ നിയമം അറിയുന്നവൻ്റെ നിർഭയത്വമാണ് പ്രശാന്തിനെ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിയമം പഠിച്ചുകൊണ്ടാണ് ഞാൻ പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടുന്നതും. കാരണം നിയമം പഠിച്ചു കഴിയുമ്പോൾ ഈ നിയമപരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടെന്ന് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് അറിയാത്തവരുടെ പ്രശ്നങ്ങൾ നോക്കൂ. ഇപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞൊരു കാര്യം, എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഹയറാർക്കി ഓഫ് ലോയെ പറ്റി. ഭരണഘടനയാണ് ഏറ്റവും മേലെ, അതിനുശേഷം പിന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ ഉണ്ടാവും, യൂണിയൻ ലിസ്റ്റിലുള്ള. സ്റ്റേറ്റ് ലിസ്റ്റിൽ നമ്മുടെ അസംബ്ലി പാസ്സാക്കിയ നിയമങ്ങളുണ്ടാവും, റൂൾസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ താഴെയാണ് സാധാരണ സർക്കാർ ഉത്തരവ്, സർക്കുലറൊക്കെ അതിൻ്റെ വളരെ താഴെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണും. ഇപ്പോൾ ഈയിടെ വിവാദവും ഇതൊക്കെ ആയിട്ടുള്ളൊരു മരമുറി വിഷയങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടാണ്. അതിനകത്ത് വിവാദമായിട്ട് നിൽക്കുന്ന എന്താണ് ശരിക്കും? വെറും സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കുലറൊക്കെ ഇറക്കിയിട്ട്, ജിയോ ഒക്കെ ഇറക്കിയിട്ട് ചട്ടങ്ങളുടെ നിയമത്തിൻ്റെയൊക്കെ മേലെ പോകാൻ ശ്രമിച്ചു. അപ്പോൾ അതിപ്പോൾ കോടതി അത് റദ്ദാക്കുക മാത്രമല്ല നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു അതിനകത്ത്. അപ്പോൾ ഒന്ന് നോക്കൂ, ഇതുപോലെ സർക്കുലർ ഇറക്കിയിട്ടൊക്കെ നിയമത്തിന് മേലെ പോവാമെന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ നിയമപരിജ്ഞാനമില്ലായ്മ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ഓർക്കൂ. അപ്പം അത്തരം ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇടപഴകേണ്ടി വരുന്നത്. ഇപ്പോഴും പ്രശാന്ത് നിയമ പോരാട്ടത്തിലാണ്. ഈ നിയമ പോരാട്ടം അവസാനിച്ചോ? ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. നിയമ പോരാട്ടമൊന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. ഈ കേസ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തോന്നിവാസം പോലെ നിയമലംഘനങ്ങൾ നടത്തിയതിന് ശേഷം എന്നാൽ താൻ പോയി കേസ് കൊടു എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തിലിരിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി കേസ് കൊടുക്കാൻ ഞാൻ അവരുടെ ചെല്ലലും ചിലവിലും ഒന്നുമല്ല. ഐ ഹാവ് മൈ ഓൺ മൈൻഡ്. എനിക്കറിയാം എപ്പോൾ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ള. ഇറ്റ്സ് മൈ ചോയ്സ് അല്ലേ. എനിക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള രീതിയിലും സമയത്തും മാത്രമല്ലേ ഞാൻ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. മാത്രമല്ല കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതും ഒക്കെ ലിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയും. ഇപ്പോൾ അത് ഇപ്പോൾ LLB പഠിച്ചതുകൊണ്ട് ഒരു വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആ ഒരു ലീഗൽ സ്ട്രാറ്റജിയും ലീഗൽ സൈഡും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അനവധി സൊല്യൂഷൻസും ഉണ്ട് ഈ പല കാര്യങ്ങൾക്കും. ചിലതൊക്കെ വളരെ സില്ലിയാണ്. നമ്മൾ കോടതിയിലൊന്നും പോയി ശരിക്കും കോടതിയുടെ വിലപിടിപ്പുള്ള സമയമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട കാര്യം പോലും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ല, ഒരുപാട് സൊല്യൂഷൻസ് കണ്ട ഒരാളാണ് ഈ പോരാട്ടമൊന്നുമല്ലെന്ന്. ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ജീവിതം വളരെ എന്താ പറയുക, നമ്മൾ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ 36,000 ദിവസമാണ് ഒരാൾക്ക് ജീവിക്കാനുള്ളത്. ഈ 36,000 ദിവസത്തിൽ പാതിയോളം അല്ലാതെ തന്നെ ഉറങ്ങിയിട്ടും കുറച്ച് സമയമാണ് ഉണ്ടാവുക. ഈ സമയത്ത് നമ്മൾ ആ ഓരോ ദിവസത്തിനും പ്രയോറിറ്റൈസ് ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം എൻ്റെ ഒരു റഡാറിൽ ശരിക്കും നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളിലും ഇതിലൊക്കെ കാണുന്ന പോലെയുള്ള ചില ആൾക്കാരെ ഇവർക്കൊന്നും ഞാൻ പേഴ്സണലി ഐ ഡോണ്ട് ഗിവ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഇമ്പോർട്ടൻസ്. അത് ചിലപ്പം വലിയ ആൾക്കാരൊക്കെ ആയിരിക്കാം, മഹാന്മാരൊക്കെ ആയിരിക്കും, ഐ ഡോണ്ട് നോ. പക്ഷേ എൻ്റെ ലൈഫിനകത്ത്, എൻ്റെ റഡാറിനകത്ത് അവർക്ക് അതിന് മാത്രം സ്ഥാനം ഞാൻ കൊടുത്തു കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പ്രയോറിറ്റിയിൽ എന്താ, എൻ്റെ കുടുംബം, എൻ്റെ വീട്ടുകാർ, ചിലപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ സുഹൃത്തുക്കൾ,
ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ ഞാൻ പെർസ്യൂ ചെയ്യുന്ന എൻ്റെ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ഇതിനൊക്കെ ചിലപ്പോൾ പ്രയോറിറ്റി കൂടിയെന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഉർവശി ശാപം ഉപകാരം എന്നുള്ള മാതിരി വരുന്ന സമയത്ത് ഞാൻ അതിന് ഒച്ചയമ്പോഴൊന്നും ഉണ്ടാക്കിയിട്ട് ഐ ഡോണ്ട് നീഡ് ടു പ്രൂവ് എനിത്തിങ് ടു എനിബഡി. എനിക്കാരെയും ഇപ്പം ഞാനിപ്പം കേസ് നടത്തി കാണിച്ചു തരാടാനൊന്നും അങ്ങനെയുള്ള ഈഗോയൊന്നും കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല. ഐ ജസ്റ്റ് എൻജോയ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റീസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോവുക. ഒരുതരം എലിയും പൂച്ചയും കളി പോലത്തെ ഒരു എൻജോയ്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത്? അല്ല, ജെന്യുവനായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലൈഫ് ബോയ് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തും അതാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ് എന്നുള്ളത് ആദ്യം ഒരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഞാൻ പുസ്തകത്തിലൊരു ഉദാഹരണം പറയുന്നുണ്ട്, ഒരു ജോസേട്ടനെ പറ്റി. ജോസേട്ടൻ കോട്ടയത്താണ്. അപ്പോൾ പുള്ളിയുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ രാവിലെ പത്രം വായിക്കണം. പത്രം വായിക്കുമ്പോൾ കണിക്കൊന്ന ഇങ്ങനെ കാണണം, തൂങ്ങിക്കിടക്കുന്ന, അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പത്രം വായിക്കുന്നത് പുള്ളിക്കൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നാച്ചുറൽ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒരു ദിവസം കാണുമ്പോൾ പുള്ളി തൂമ്പയൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ എന്താ ജോസേട്ടാന്ന് ചോദിക്കുമ്പം കൊന്ന നടാൻ പോയതാണ്, കൊന്ന അയൽവാസി പിന്നെയും പറിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്ത് അല്ല, പുള്ളിക്ക് ഇങ്ങനെ പത്രം വായിക്കുമ്പോൾ ഇപ്പോൾ കണിക്കൊന്ന തൂങ്ങി കാണാനുള്ള ചെറിയ ആഗ്രഹത്തിലാണ് പുള്ളി കൊന്ന നടന്നത്. പക്ഷേ അയൽവാസി എന്ന് പറഞ്ഞ ദുഷ്ടൻ പിന്നെയും പറിച്ചു കളയാണ്. ഞാനത് ഭയങ്കര മോശമായി പോയി, എന്താ പുള്ളി അങ്ങനെ നമുക്ക് ചോദിക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ പുള്ളി അവസാനം പറയാം, അല്ല അങ്ങനെ അയാളെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ നടുന്നത് അയാളുടെ പറമ്പിലാണ്. അയാളുടെ പറമ്പിൽ അപ്പോൾ ഇയാൾ പറയുന്ന ലോജിക്ക് എന്താണെന്നറിയോ, ഞാൻ ഇവിടുന്ന് പത്രം വായിക്കുമ്പോൾ അയാളുടെ പറമ്പിൽ കൊന്നയുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, അല്ലാതെ എൻ്റെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. സോ ഹി ഹാസ് ക്ലാരിറ്റി. പുള്ളിക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, വീടുകളൊക്കെ വെക്കുമ്പോഴേ പുറത്ത് ലൈറ്റ് മോടി വെക്കല്, മറ്റേത് മറിച്ച്, ഇതൊക്കെ എന്തിനാ? എത്രയോ ലക്ഷങ്ങൾ പുറത്താണ് കളയുന്നതെന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഏതോ ഒരു KSRTC ബസ്സിൽ ആരോ ഒരാൾ പോകും, അയാളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഇതാണോ പ്രയോറിറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടി, അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ലിവ് എ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിഫറെൻ്റായിട്ട് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് തോന്നാം. ഇത് കാണുമ്പം എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. അവർ ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ. പക്ഷെ മറ്റുള്ളവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ഇമ്പ്രസീവായ കാര്യങ്ങളാണ് താങ്കൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം കളക്ടർ ബ്രോ എന്ന ഒരു ജെൻസി വാക്ക് അതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇരിക്കുമ്പോൾ 2015 10 കൊല്ലമായി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. സോഷ്യൽ മീഡിയ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഗവർണൻസിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അന്ന് കളക്ടർക്കോ SP-ക്കോ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അങ്ങനെയൊന്നും ആരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നില്ല. അന്നൊന്നും ഇവർക്കൊന്നും ഒരു ഫേസ്ബുക്ക് പേജ് ഇല്ല. അപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് സ്വാഭാവികമായിട്ട് അതൊന്ന് കത്തിക്കയറി. അപ്പോൾ അന്ന് ഇത് കയറുന്ന സമയത്ത് പലരും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തു. അവരുടെ കാഴ്ചപ്പാടിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈമാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊരു ഡൈനമിക് ആയിട്ടുള്ള യൂസേജ് ആയിരുന്നു. അത് ആൾക്കാരുടെ എല്ലാ കളക്ടർമാരും ഉപയോഗിക്കുകയും ചെയ്തു ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഡൈനമിക് ആണോ എന്നുള്ളത് വേറൊരു ചോദ്യം. കാരണം ഇന്നിപ്പോൾ മന്ത്രിമാരും എല്ലാവരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഏത് സൈറ്റാണ് ഡൈനമിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഏത് സൈറ്റിലാണ് നിങ്ങൾക്ക് പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നത്? കളക്ടർ കോഴിക്കോടിൻ്റെ പേജിൽ ഞങ്ങൾ സ്കൂളവധിയൊക്കെയാണ് ഇല്ല, ഞങ്ങളവിടെ അന്ന് ബാക്ക് എൻഡിൽ ഞാനിത് ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണെങ്കിലും ബാക്ക് എൻഡിൽ ഒരു വാട്സാപ്പ് ടീം സെറ്റ് ചെയ്തിട്ട് വരുന്ന ഓരോ പരാതിയിലും ഞങ്ങൾ ആക്ഷൻ എടുക്കുമായിരുന്നു. കാരണം 99% പ്രശ്നങ്ങളും കളക്ടറുടെ അടുത്ത് വരുന്നത് ഒരു ഫോൺ കോളിൽ തീരുന്നതാണ് സത്യത്തിൽ. ഇതൊന്നും ഫയലാക്കുകയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച ഒരു ടൂളായിട്ടാണ് നമ്മൾ അന്ന് ഫേസ്ബുക്കിനെ ഇവോൾവ് വെച്ച് കൊണ്ടുവന്നത്. അപ്പം അവിടുത്തെ ഭാഷയാണിത്. ഞങ്ങൾ അങ്ങോട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് വിളിക്കുമ്പോഴും ബ്രോ എന്ന് വിളിക്കില്ലേ, അങ്ങനെ വീണൊരു പേരാണ് ഇത്. അന്ന് ഈ ജെൻസി എന്നുള്ള വാക്കോ ഇതൊന്നും ഇല്ല. ബട്ട് ദെൻ സോഷ്യൽ മീഡിയയിൽ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് വി യൂസ്. അന്ന് എനിക്ക് രസമെന്ന് വെച്ചാൽ ഈ ബ്രോ എന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴേ സീനിയേഴ്സ് കുറച്ച് പേര് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും എൻകറേജ് ചെയ്യാൻ പാടില്ല, ബഹുമാനം നഷ്ടപ്പെട്ടു, ബഹുമാനം പോകും, സാറൊന്ന് വിളിപ്പിക്കണം, വലിയൊരു അധികാര പദവി. അപ്പം അന്ന് ഒരു സീനിയർ ഓഫീസർ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ലൈക്ക് ഇഫ് യുവർ ഡ്രൈവർ കോൾസ് യു ബ്രോ ഹൗ വിൽ യു ഫീൽ എന്ന്. എനിക്ക് പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രൈവറെ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബ്രോന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ എങ്ങനെ നീ സഹിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇതിനൊന്നും നമുക്ക് മറുപടി ഇല്ല. ഇതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു
ഇഷ്യൂ ആണ്. ഇത് പ്രായത്തിൻ്റെതും അല്ല കേട്ടോ. ഞാൻ അന്ന് വിചാരിച്ചത് സീനിയർ ആയപ്പോൾ പ്രായത്തിൻ്റെ ആ ഒരു സാധനം പഴയ ഓൾഡ് സ്കൂൾ അങ്ങനെ അതും അല്ലാന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം പിന്നീട് സർവീസിൽ വന്ന ജൂനിയേഴ്സ് ചിലർക്ക് ഇതിനെക്കാട്ടിലും ഈ തന്തവൈബ് എന്ന് പറയുന്ന സാധനം ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് പേഴ്സണാലിറ്റി റിലേറ്റഡ്. ശരിക്കും ഇപ്പൊ പറഞ്ഞ വാക്കാണ്, കളക്ടർമാർക്കെല്ലാം തന്തവേബുണ്ട് എന്നാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു നഗരമാണ് താങ്കൾക്ക് വലിയ മേൽവിലാസം ഉണ്ടാക്കിയത്. ആ നഗരത്തിന് കിട്ടിയതുപോലെ ആ നഗരത്തിനെ കുറിച്ച് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ, MT ഒക്കെ കോഴിക്കോട് ലാൻഡ് ചെയ്ത് അവിടെ. ഇപ്പോൾ കോഴിക്കോട് എന്നാൽ എന്താണ് കളക്ടറുടെ ഉള്ളടക്കത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം, അല്ലെങ്കിൽ കോഴിക്കോട് ബേസിക്കലി കളക്ടർഷിപ്പ് വരുമ്പോഴാണ് എല്ലാവരും പബ്ലിക് ഡൊമൈനിൽ വിസിബിൾ ആവുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള വർക്ക് കോഴിക്കോടാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഞാൻ വയനാട് ഇരിക്കുമ്പോഴാണ് കുറെ കൂടെ എൻജോയ് ചെയ്തത്. വയനാട് സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്തപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റും അവിടുത്തെ ട്രൈബൽ സെറ്റിൽമെന്റ്, എന്നൂർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, ഇതൊക്കെ ഇന്ന് കാണുന്ന എന്നൂരൊക്കെ അന്ന് പ്രോജക്റ്റ് ഉണ്ടാക്കിയതൊക്കെയാണ്. അപ്പം അതാണ് കുറെ കൂടെ എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നിയത്. പിന്നെ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു രസമൊക്കെ ഉണ്ടല്ലോ, കുറേ അറിവില്ലായ്മയൊക്കെ ഉണ്ട്. ഈ കളക്ടറായിട്ട് വരുമ്പം പക്ഷെ കോഴിക്കോടിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു ഐ ഹാവ് ഹാഡ് എ ബിറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പവറില്ലായ്മ, കളക്ടറുടെ ശക്തിയില്ലായ്മ അല്ലെങ്കിൽ ശേഷിയില്ലായ്മ ശരിക്കും എനിക്ക് ബോധ്യപ്പെട്ടത് അവിടെ നിന്നാണ്. ആദ്യത്തെ ആഴ്ച തന്നെ ഇപ്പോൾ ആവശ്യക്കാർ എത്രയോ പേര് വരികയും അവരുടെ അടുത്തൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് പല കാര്യങ്ങളും നോക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് അത് നടക്കുന്നില്ല എന്നുള്ളത് ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പം അതിലൊരു ഒരു ഒരു ഭയങ്കര ഒരു സുഖക്കുറവുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് പ്രോജക്റ്റ് തുടങ്ങുന്നത്. ഈ കളക്ടറുടെ കോഴിക്കോട് നടത്തിയ ഇപ്പോൾ സവാരി ഗിരിഗിരി ഇങ്ങനെ പ്രൊജക്റ്റുകൾ നോക്കിയാൽ, പദ്ധതികൾ നോക്കിയാൽ അതിനകത്തൊക്കെ ഒരു സിനിമയുടെ സ്വാധീനം കാണാം. ഇങ്ങനെ അറ്റത്ത് ഈ പുസ്തകത്തിലും മണിച്ചിത്രത്താഴ് പൊളിക്കുന്ന ഒരു പൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. മറുപടി കൊടുക്കുമ്പോൾ കുന്നംകുളം മാപ്പ് കാണിക്കുന്ന ഒരു മറുപടി എല്ലാം സിനിമയുമായി കണക്റ്റഡ് ആണ്. വേറെ നിലയിൽ ആലോചിച്ചാൽ എങ്ങനെയാണ് ഈ പദ്ധതികളിലും മറുപടികളിലുമൊക്കെ സിനിമ കയറിക്കൂടുന്നത്? സിനിമ എന്നുള്ളതിനെക്കാട്ടിലും എനിക്കൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനം മനസ്സിലാവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മീമുകൾ ഉപയോഗിക്കുന്നതും അതാണല്ലോ, ഒരു സ്റ്റിക്കറൊക്കെ ഉപയോഗിക്കുന്നത് അതാണ്. അതിൽ കാണുന്ന ആ ഒരു ഇമേജ്, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൂടെ ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മരിച്ചുപോയ ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ ഈ ചില ഡയലോഗുകളുണ്ടല്ലോ, അതിനകത്ത് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വലിയ കാര്യം പറയുമ്പോൾ എത്ര സുന്ദരമായിട്ട് നടക്കാത്ത സ്വപ്നമാണെന്ന് പറയുമ്പോൾ അത് ആ സ്റ്റോറി ഉണ്ടല്ലോ, ആ സിനിമയുടെ ഒരു സാധനം മുഴുവൻ അതിൻ്റെ ഒപ്പം വരും. ഇത് ഒരു പവർഫുൾ യൂസേജസ് ആണ്. ബിംബങ്ങൾ ജനങ്ങൾക്ക് പോപ്പുലർ ഇമാജിനേഷനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ബിംബങ്ങളാണ്. ഇത് ഉപയോഗിച്ചിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒരു സർക്കാർ പദ്ധതിയൊക്കെ പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി ABCD GKSY ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇടുകയാണെങ്കിൽ അതിനെക്കാളും കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്താൻ ഇത്തരം പ്രയോഗം. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2018 പ്രശാന്ത് എടുത്ത സിനിമ കാൻ ഫിലിം ഫെസ്റ്റിൽ ദൈവഗണം ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരക്കഥാകൃത്താണ്, അഭിനയിക്കുന്ന, ഇങ്ങനെ സിനിമ പല നിലയിൽ നോക്കിയാൽ പ്രേരണയാണ് എന്ന് കാണുന്നുണ്ട്. കല ഇഷ്ടമാണ്, എനിക്ക് സിനിമ ഇഷ്ടമാണ്. ഞാൻ ഒരു കാലത്ത് സ്ഥിരമായിട്ട് റിവ്യൂസ് ഒക്കെ എഴുതുകയായിരുന്നു. പിന്നെ ഫിലിം ഫീൽഡിൽ കുറേ സുഹൃത്തുക്കളായപ്പോൾ എനിക്ക് റിവ്യൂ എഴുതി വിഷമിപ്പിക്കാനും വയ്യ, അതുകൊണ്ടൊന്ന് ഒന്ന് കുറച്ചെന്നേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷനിൽ എസ്പെഷ്യലി വിഷ്വൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയമാണ്. ഈ ദൈവഗണം യൂട്യൂബിലൊന്നും കിട്ടാനില്ലല്ലോ. അതിൻ്റെ അവിടെ ഫീച്ചർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിജിറ്റൽ റൈറ്റ്സ് അങ്ങനെ പോയി. ഇനി അത് ഇടാവുന്നതാണ്. ഇനി നമ്മൾ അത് മാത്രമല്ല, സാറിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഡോക്യുമെൻ്ററിയും വന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാം. ആ ഒരു ഫിക്ഷനകത്ത് നിന്ന് പെട്ടെന്ന് അതിനേക്കാൾ ഡോക്യുമെൻ്ററി അതും ഈ പറഞ്ഞുകൊണ്ട് റിലീസ് ചെയ്തിട്ടില്ല. നമ്മൾ സ്ക്രീൻ ചെയ്തതേ ഉള്ളൂ. മസൂറി അക്കാഡമിയിലൊക്കെ സ്ക്രീൻ ചെയ്തതേ ഉള്ളൂ. അതും എന്തായിരുന്നു സംഭവം എന്ന് പറഞ്ഞാൽ ബോണ്ടഡ് ലേബറാണ്. ബോണ്ടഡ് ലേബർ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക ലോകത്തുള്ള അടിമപ്പണിയാണ്. നമ്മളെ വല്ലാതെ ഒലച്ചു കളയുന്ന ഒരു റിയാലിറ്റിയാണ്. അതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇതൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ കാരണമായതും ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ്. ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ ട്രാഫിക് ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ നിർത്തുമല്ലോ. നിർത്തുമ്പോൾ ഒരു ദിവസം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, നമ്മൾ ചവിട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ഹോർഡിംഗ് ഒക്കെ കാണുകയാണ്. അപ്പോൾ ആസിയാൻ രാഷ്ട്രത്തലവന്മാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
ആസിയാനിലേക്ക് ഇന്ത്യ കയറാൻ ശ്രമിക്കുന്നു, അംഗത്വത്തിന് ശ്രമിക്കുന്നു, സ്ഥിരാംഗത്വം കിട്ടില്ല, നമ്മളെ ഒബ്സർവർ സ്റ്റാറ്റസ് വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അപമാനിച്ച് വിടുകയാണ് ആ കാലത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ടും ആസിയാൻ രാഷ്ട്രത്തലവന്മാർ ഡൽഹിയിൽ വന്ന് അപ്പോൾ നമ്മളിങ്ങനെ അഭിമാനത്തോടെ ഇങ്ങനെ നോക്കുകയാണ് വോട്ടിങ്ങൊക്കെ നോക്കിയിട്ട് നമ്മൾ എത്ര മാറിപ്പോയി എന്ന് ഞാൻ ചിന്തിച്ച് അടുത്ത സെക്കൻഡിൽ നമ്മുടെ ഈ ഡോറിൽ ഈ ചില്ലിലും കാറിന്റെ ചില്ലിൽ ഒരു കുട്ടി ഇങ്ങനെ വന്ന് കൊട്ടിയിട്ട് ഒരു പെൻസിലും ഇതൊക്കെ വെക്കാൻ നോക്കുകയാണ്. പെണ്ണൊക്കെ ചെറിയ കുട്ടി നമ്മളെ ശരിക്കും നമുക്ക് വിഷമം തോന്നും. അപ്പം ഞാൻ ഓർത്തത് കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ കളക്ടറായിട്ട് കോഴിക്കോട് നമ്മളവിടെ 0 ടോളറൻസ് ആണ് കുട്ടികളുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഒരു കുട്ടിയുടെ കേസാണെങ്കിൽ പോലും നമ്മളെല്ലാവരും കൂടി തീരുമാനമൊക്കെ എടുക്കും എന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നാടോടി സ്ത്രീ, മാനസിക പ്രശ്നമൊക്കെ ഉള്ളൊരു സ്ത്രീ, അവരെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി. അവർക്കൊരു കുട്ടിയുണ്ട്. അപ്പം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ മോഷണം പരമ്പരാഗതമായിട്ടൊക്കെ ചെയ്യുന്ന, ഭിക്ഷ യാചിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ടീമാണ്. അപ്പോൾ ഈ കുട്ടിയെ അവരിൽ നിന്ന് മാറ്റിയാലേ ആ കുട്ടിയുടെ പരിരക്ഷ ശരിയാവുള്ളൂ. ആ ഒരു ഭയങ്കര ഡെലിക്കേറ്റ് ഡിസിഷൻ ആണല്ലോ. അപ്പോൾ ഞാനും സബ്ജക്റ്റൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് പോയി നോക്കിയിരുന്ന് അവസാനം ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഫൈനൽ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇത്രയൊക്കെ നമ്മൾ കളക്ടറും സബ് ജഡ്ജും ഒക്കെ പോയി ഓരോ കുട്ടിക്ക് വേണ്ടി നമ്മളന്ന് ഇരുന്ന് തീരുമാനം എടുക്കുക, അതിന് സമയം കണ്ടെത്തുവാനും അതായിരുന്നു പ്രയോറിറ്റി ആദ്യം. ഫസ്റ്റ് അതാണ് പ്രയോറിറ്റി. അപ്പോൾ ഡൽഹി നമ്മുടെ തലസ്ഥാനമല്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ ഇത്രയും കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന നമുക്കതൊരു എന്തുകൊണ്ട് നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്നില്ല, പരിഹരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ അന്വേഷിച്ച് പോയപ്പോൾ ഇത് കുട്ടിയും ഇത് അങ്ങനത്തെ ഒരു കഥയൊന്നും അല്ല. ഇത് ശരിക്കും കുടുംബത്തോടെ കടം തീർക്കാൻ പറ്റാതെ പെട്ടുപോകുന്നതും. അപ്പോൾ ഈ ചില കോൺട്രാക്ടർമാർ മാതിരിയാണ് ഇവരെ ഓരോരുത്തേക്ക് വിടുകയാണ്. ഇവരെ ഭിക്ഷയാചിക്കാൻ വിടും, ചിലരെ ഇഷ്ടിക കളത്തിലേക്ക് വിടും. ഗ്രാമങ്ങളിൽ നിന്ന് അത് ഈ ചികിത്സയ്ക്കോ എന്തിനെങ്കിലും പൈസ വാങ്ങി അല്ലെങ്കിൽ കൃഷി ശരിയാവാതെ പെട്ടുപോകുന്ന കഥകളാണ്. അത് ഒരു സംസ്ഥാനത്തിലുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിലോട്ട് അങ്ങനെ കയറി അപ്പോൾ നോക്കുമ്പോൾ 5-6 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള പല കേസുകൾ അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു റോണയ്യ എന്ന് പറഞ്ഞ ഒരാളുടെ കഥയൊക്കെ ഉണ്ട് അതിനകത്ത്. അയാൾ ആന്ധ്രയിലാണ്. അപ്പോൾ പുള്ളി ഈ കാറ്റ് ഫിഷ് എന്ന് പറയും, കാറ്റ് ഫിഷ് കൃഷി ചെയ്യുന്ന സ്ഥലത്തെ അവിടെ ഇയാളുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ വേസ്റ്റാണ് ഇതിന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവരണം ലോറിക്കകത്ത്. ഈ കോഴി വേസ്റ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് വേണം ഇയാൾ വരാൻ. ആ മണമൊക്കെ അടിച്ച് വരണം. എന്നിട്ട് ഈ കൈ കൊണ്ട് തന്നെ ഈ കോഴിയുടെ വേസ്റ്റ് അവശിഷ്ടങ്ങൾ പിച്ചി ചീന്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കാറ്റ് ഫിഷ് വന്ന് ചിലപ്പോൾ കാലിൽ കുത്തുകയും ചെയ്യും, പിന്നെ പഴുക്കും അവിടെ. ഇയാൾ ഇത് ഇങ്ങനെ 10-20 വർഷമാണ് ജീവിക്കുന്നത്. ഇയാൾക്ക് കട നിന്നിട്ടും തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാളുടെ മക്കളും അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി, അയാളുടെ പേരക്കുട്ടികളും അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും ഇയാൾ രാത്രി ഛർദ്ദിക്കും ഈ മണം കാരണം. എല്ലാ ദിവസവും അയാൾ കരയും. അതൊന്നും അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇയാള് എൻ്റെ അവസാനം മോചിപ്പിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഈ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആളുകൾ. ഓക്കെ, അതിന് ഇത്ര ആളുകളെയൊക്കെ പോയി കണക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആ ഡോക്യുമെന്ററി. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു അമ്മയിൽ നിന്ന് വേർപെടുത്തി അതിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന, അങ്ങനെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച ഒരു കണ്ടന്റാണ് 100 സിംഹാസനം. വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സാറിന് എനിക്ക് വലിയ കാര്യമാണ്. അദ്ദേഹം ഒരു കോഴിക്കോട് വന്നപ്പം മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കുറെ സ്ക്രിപ്റ്റുകളുടെ കഥയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതാണ്. ചോദിക്കാൻ പോകുന്നത് 100 സിംഹാസനത്തിലെ ധർമ്മപാലൻ നോട് IAS ഇൻ്റർവ്യൂവിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം, ഒരു പ്രശ്നമുണ്ടായാൽ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ള, നായാടിയുടെ പക്ഷത്തോ, നീതി എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ശിവഗാമിയെ പോലുള്ള ഇന്ത്യയിലെ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് IAS പദവിയിലെത്തിയ ഒരാൾ പിന്നീട് രാജിവെക്കുന്നു. കളക്ടറെ പോലെ തന്നെ അവരൊരു സിനിമ പിന്നീട് പിടിക്കുകയുണ്ടായി, പനോരമയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി, 8ഓളം പുസ്തകങ്ങൾ എഴുതി. അവർ തന്നെ പറയുന്നുണ്ട് ബ്യൂറോക്രാറ്റ് ട്രീറ്റഡ് ലൈക്ക് എ അൺടച്ചബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ ദളിതത്വത്തിന് ഇപ്പോഴും ഇതിനകത്ത് ഒരു ഉയർന്ന പദവിയാണോ താഴ്ന്ന പദവിയാണോ IASനകത്തുള്ളത് എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് അനുഭവം കൊണ്ട്? അല്ല, ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവേചനം ഉണ്ട്, അത് സത്യമാണ്. അത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ ഫാക്ട്. അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരുന്ന സത്യമാണ്. അത് ഇന്നും തുടരുന്നുമുണ്ട്. അത് പണ്ടത്തെ പോലെ ഉറക്കെ പറയാനോ വളരെ പ്രകടമായിട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭയം കൊണ്ട്. എന്നാൽ അത് അതിനെക്കാട്ടിലും വൃത്തികേടായിട്ട്
ചെയ്യുന്നുണ്ട്. അത് ബ്യൂറോക്രസിയിൽ മാത്രമല്ല, ശരിക്ക് ആലോചിച്ച് നോക്കിയാലേ നമ്മൾ പൊളിറ്റിക്സിൽ തന്നെ ഈ വീതം വെപ്പിൻ്റെയും കണക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് നോസിയേറ്റിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ബേസിക് തോട്ട് തന്നെ ജാതിയാണ്. അതിൻ്റെ പുറത്താണ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം പ്രിവിലേജുകൾ ഇപ്പം ഞാനൊക്കെ വളരെ പ്രിവിലേജ്ഡ് ആണ്. ഇപ്പം എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു 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 എനിക്ക് അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ എനിക്ക് തിരിച്ച് ഫൈറ്റ് എന്നുള്ള വാക്കിനെക്കാട്ടിലും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് കിട്ടിയ പ്രിവിലേജാണ്. ആ പ്രിവിലേജ് പലതും എൻ്റെ അച്ഛനമ്മ അവർ ഉണ്ടാക്കിയെടുത്താണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലോ. അപ്പോൾ തന്നെ IAS കുറിച്ച് ഈ ജാതിയും ലിംഗവിവേചനവും ഒക്കെ തുടരുമ്പോൾ തന്നെ ഒരിക്കൽ പ്രശാന്ത് എഴുതിയിരുന്നു, അതായത് IAS എന്ന് പറയുന്നത് ഒരു ഫാൻ ക്ലബ് അല്ല, അതൊരു പിന്നെ കേഡർ പാർട്ടിയല്ല നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരെ നിശബ്ദരാക്കിയാൽ സംഭവിക്കുന്നത് സത്യസന്ധരായിട്ടുള്ള ആളുകളുടെ മനോവീര്യം തകർക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ ഇല്ലേ എന്ന് ആ അഭിപ്രായം കേൾക്കുമ്പോൾ തോന്നും. അല്ല, സത്യസന്ധരായിട്ടുള്ള എത്രയോ പേരുണ്ട് ഇതിനകത്ത്, എത്രയോ പേരുണ്ട്. അവരെ നിശബ്ദരാക്കിയിട്ടുണ്ട്, അവരൊന്നും എവിടെ എത്താതെ പോയവരുണ്ട്, അവരെ ഹരാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ വെറുതെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. കേരളത്തിൽ നിങ്ങളുടെ അറിവിലുള്ള ഏറ്റവും അഴിമതിക്കാരായിട്ടുള്ള നമ്മുടെ പൊതുവെയുള്ള പൊതുബോധം മതി, തെറ്റോ ശരിയോ നമ്മൾ അന്വേഷണം ഗവേഷണം ഒന്നും വേണ്ട, ഒരു പൊതുബോധത്തിൽ ഏറ്റവും അഴിമതിക്കാരായിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 2 IASകാരും 2 IPSകാരുടെയും പേരൊന്ന് മനസ്സിൽ ഓർക്കുക. ഇനി ആലോചിക്കുക, ഇവർക്ക് ആർക്കെങ്കിലും ഒരു കേസെങ്കിലും അവർക്കെതിരെ വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഒരു കേസെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ, അവർ ജീവിതത്തിൽ സസ്പെൻഷനിലായിട്ടുണ്ടോ, അവർക്കെതിരെ ഒരു അന്വേഷണം വന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എൻ്റെ ഉത്തരം മുഴുവനും ഉണ്ട് അതിനകത്ത്. അത് പറഞ്ഞപ്പോഴാണ്, അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ദൈവത്തെ പോലെ എല്ലാവർക്കും തെറ്റ് പറ്റും സ്വാഭാവികമായിട്ടും. ഈ തെറ്റിനെ ബ്യൂറോക്രാറ്റുകൾ ന്യായീകരിക്കുന്നതാണ് അപകടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നു. അതെ, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്, അവർ തെറ്റും ശരിയും ഒക്കെ നടക്കും, ഇത് ആരും എല്ലാം തികഞ്ഞവരൊന്നും അല്ല എന്ന് അവർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പം ദൈവത്തിന് പകരം അവിടെ വന്ന് പ്രതിപുരുഷനായിട്ട് നിൽക്കാനൊന്നും അല്ല. അതുകൊണ്ട് അയ്യോ എന്നും പറഞ്ഞ് തൊഴുത് പിടിച്ച് കാലിൽ വീഴുന്നത്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജാവിനെ പോലെ കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സർപ്രൈസിങ്. കേരളം പോലെ ഒരു പ്രബുദ്ധത അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ഷോക്കിംഗ് ആണ്. ദൈവത്തെ പോലെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിവേഷം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. തെറ്റുകൾ പറ്റും, തെറ്റുകൾ തിരുത്തുകയും അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് തിരുത്തുകയും അതിനാണ് ധൈര്യം വേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഗട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ടാവണം. ആ ലീഡേഴ്സിന് പോലും പേടിപ്പിക്കുന്നത് ആരാണെന്ന് പറയുക, ബ്യൂറോക്രാറ്റ്സ് ആണ്. കാരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം വരും. ഒരു തെറ്റ് സംഭവിച്ചാൽ, ഇപ്പോൾ ടെൻഡർ ഇല്ലാതെ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ അഴിമതി നടന്നു, എന്തോ ഒരു കാര്യം പറഞ്ഞു പക്ഷെ വേറെന്തോ ചെയ്തു, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മിസ്സിംഗ് ആയി, കണക്കിൽ കാണാനില്ല, ഇങ്ങനെ പലതും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിഷേധിക്കും, എല്ലാം നിഷേധിക്കും. എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നതെന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഓൺ ദ ഓഫീസേഴ്സ്, ബ്യൂറോക്രാറ്റ്സിലാണ്. അവരിലേക്ക് നടപടി വരും എന്നുള്ള ഭയം കാരണം അവരെന്ത് ചെയ്യും, ഈ നേതാക്കന്മാരെ പറയും നമ്മൾ നിഷേധിക്കണം, നമ്മൾ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കരുത്, നമ്മൾ ഡാറ്റ പുറത്ത് കൊടുക്കരുത്, നമ്മൾ ഫയൽ കൊടുക്കരുത്, നമ്മൾ മുക്കണം, കത്തിക്കണം, ഇതൊക്കെ പറയും. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ഒരാളാണ് താങ്കളെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഫേസ്ബുക്കൊക്കെ ആ നിലയിൽ രാഷ്ട്രീയമായിട്ടാണ് ഒരർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത് എന്ന് കാണാം. ഇപ്പോൾ നേരത്തെ രാജീവ് നാരായണ സ്വാമിയും ബിജു പ്രഭാകറൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടായില്ല, സ്ഥലം മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് താങ്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും കളക്ടർ ബ്രോക്ക് എന്താ കൊമ്പുണ്ടോ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ? എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് സസ്പെൻഷനിലേക്കൊക്കെ? എനിക്ക് തോന്നുന്നു ഈ അരക്ഷിതാവസ്ഥയും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് വരുന്ന പല പ്രതികരണങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ
ഇന്നേ വരെ ഇന്ത്യയിൽ ആരെങ്കിലും ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്കറിയാം അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഓർ വാട്ട് എവർ, അവരുടെ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ അതിനിപ്പം നമുക്ക് പരിഹാരമൊന്നുമില്ല. അത് എൻ്റെ പ്രശ്നമല്ല, ഇറ്റ് ഈസ് ദെയർ പ്രോബ്ലം. ഇതിനകത്ത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മറ്റ് നിലയിലൊക്കെ ഒരർത്ഥത്തിൽ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ ഉപയോഗിച്ച വാക്യം രാഷ്ട്രീയമാണ് എന്നതാണ്. ഇന്ത്യയിലെ പല IAS ഓഫീസർമാരും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചു. താങ്കളുടെ രാഷ്ട്രീയം എന്താണ് എന്ന ചോദ്യത്തിന് എങ്ങനെയാണ്? എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അതെ, ഓക്കെ. ഇപ്പോൾ എല്ലാവർക്കും അവനവൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്. അതവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയമുണ്ട്. ചിലർ ഈ അരാഷ്ട്രീയവാദം എന്ന് പറയും. അരാഷ്ട്രീയവാദം പോലും ഒരു രാഷ്ട്രീയമാണ്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കാരണം രാഷ്ട്രീയത്തിൽ എന്തോ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. അയാൾ ചിലപ്പോൾ വികസനം എന്ന് പറയും, വേറെ എന്തെങ്കിലും പറയും, പക്ഷെ അതും ഒരു കൈൻഡ് ഓഫ് രാഷ്ട്രീയമാണ്, ഒരു ഐഡിയോളജിയാണ്. നിങ്ങൾക്ക് എഗ്രി ചെയ്യാതിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഐഡിയോളജിയിൽ വിശ്വസിക്കാനും ആ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ തോട്ടുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമാണ് രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിൽ മാത്രമാണുള്ളത്. കേരളത്തിൽ പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടെങ്കിലേ നിങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ എന്നാണ്. അങ്ങനെ അല്ല. സത്യത്തിൽ കക്ഷി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും രാഷ്ട്രീയമില്ല. അവർക്ക് അടിമത്തം മാത്രമേ ഉള്ളൂ. ഈ കക്ഷി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും അവർ മേളിൽ നിന്ന് കിട്ടുന്ന ഉത്തരവ് അതേപടി അനുസരിക്കുന്ന വെറും അടിമകളാണ്. അവർക്ക് ശരിക്കും രാഷ്ട്രീയം അറിയില്ല, അവർക്ക് രാഷ്ട്രീയം മനസ്സിലാവുന്നുമില്ല, അവർക്ക് രാഷ്ട്രീയ വിശകലനമൊന്നും ചെയ്യാനുള്ള സ്വന്തമായിട്ടുള്ള ബുദ്ധിയോ ശേഷിയോ അങ്ങനെയുള്ളൊരു പ്രാപ്തിയോ ഇല്ല. അപ്പോൾ അവർ യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ മേളിൽ നിന്ന് പറയുന്നത് അതേപടി ചെയ്തങ്ങനെ പോവേ ഉള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും രാഷ്ട്രീയമായിട്ട് ചിന്തിച്ച് അവനവൻ്റെ ഐഡിയോളജി വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ്, എന്തും ആവാം. അപ്പോൾ ആ ഒരു അവനവൻ്റെ ചിന്താശക്തി ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ട് പോകുന്ന ആൾക്കാരെ കാണുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു അസഹിഷ്ണുത അവർക്ക് ഉണ്ടാവാം. അത് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല, ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവും എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഉടനെ എന്താ ചെയ്യുക, എവിടെയെങ്കിലും പിടിച്ച് കെട്ടാൻ നോക്കും. നിങ്ങൾ ഒന്നുകിൽ ഒരു പാർട്ടി, എ പാർട്ടി, ബി പാർട്ടി, സി പാർട്ടി, ഏതെങ്കിലും ഒന്ന് കണ്ടു. ഞാൻ ആലോചിക്കണ്ടേ, എനിക്കിനിപ്പോൾ കേരളത്തിൽ ഒരു പാർട്ടിയിലും അംഗത്വം ബാക്കിയില്ല. കാരണം എല്ലാത്തിലുമായി. ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം ഇത് രമേശ് സാർ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഒരു വർഷത്തേക്ക് അവിടുത്തെ ഓഫീസ് മുഴുവൻ സെറ്റ് ചെയ്യണം എന്ന് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ ടാസ്ക് ഏൽപ്പിച്ച സമയത്ത് അന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, ഇന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ്റെ ആളെ അവിടെ അപ്പോയിന്റ് ചെയ്തു. കാരണം ഞാൻ കണ്ണൂരുകാരനാണ്, തലശ്ശേരിക്കാരനും ഒക്കെയാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പം കോളേജ് രാഷ്ട്രീയം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആ സമയത്ത് ഇടതുപക്ഷക്കാരനായി മുദ്ര കുത്തി. അതിനുശേഷം ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്ത സമയത്ത് അന്നത്തെ അവിടുത്തെ DCC പ്രസിഡന്റ് KC അബുവായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പിന്നെ MK രാഘവൻ MP ആയിട്ട് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഉടനെ ഞാൻ CPM കാരനാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹി പോയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സംഘിയായി. ഡെപ്യൂട്ടേഷനിൽ പോകുന്ന എല്ലാവരും, അതെനിക്കറിയില്ല, എനിക്ക് മാത്രം എന്താണ് ഇത്രയും മെമ്പർഷിപ്പ് ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ അതുപോലെ ഞാൻ മുനീർ സാർ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാർ, ഇവരൊക്കെ ആയിട്ട് നല്ല പേഴ്സണൽ ബന്ധവും ഇതൊക്കെയാണ്. ഞാൻ പല മാധ്യമങ്ങളിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ സത്യത്തിൽ ലീഗുകാരനുമാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു പാർട്ടി ബാക്കിയുണ്ട്. പൊതുവേ IAS ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഉള്ള പൊതുധാരണ, പണ്ട് കിങ് എന്ന സിനിമയിൽ രഞ്ജി പണിക്കർ എഴുതിയ ഒരു ഡയലോഗുണ്ട്. സോ വാട്ട് ഡു യു തിങ്ക് ഐ ആം? സ്റ്റെനോഗ്രാഫർ. എന്നിട്ട് വീണ്ടും പറയുന്ന ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ എന്ന് ഒരു മറുപടി പറയുന്നുണ്ട്. ഒപ്പം അതായത് മന്ത്രിമാർക്ക് ചരമക്കുറിപ്പ് എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിലിരുന്ന് നിഴൽയുദ്ധം നടത്തിയും സമാധി അടയുന്ന IAS, നൂറുകണക്കിന് IASകാരുടെ വിഴുപ്പലക്കൽ റോൾ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്ന് മാറി ഈ നിലയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ എല്ലാത്തിനോടും അല്ലെങ്കിൽ ഒരു അപകടകാരിയായ ഒരാളാണ് ഇയാളെന്ന് ഒരു റീലിൽ കണ്ട് റിയലിൽ നിന്ന് വേറെ തരത്തിൽ അനുഭവിക്കുമ്പോൾ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ
പൊതുബോധം സിനിമയിലും ഇതിനകത്തൊക്കെ വരുന്നതിൽ നിന്ന് യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറയാനൊക്കെ രസമുണ്ടെങ്കിലും അതിപ്പോൾ സിവിൽ സർവീസ് എഴുതിയിട്ട് കിട്ടാത്ത എല്ലാവർക്കും പറയാൻ രസമുള്ളൊരു സാധനമാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഇലക്ഷനിൽ വന്നു പോകുന്ന ആൾക്കാരെ പോലെ അല്ല ഈ സിസ്റ്റത്തിനകത്ത് ഫുൾ ടൈം നിൽക്കുന്ന ഇവർ. വേണമെന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് വൻ മാറ്റങ്ങൾ വരുത്താനും പോളിസി തലത്തിലുള്ള അഴിച്ചുപണികൾ നടത്താനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന ഒരു തൊഴിലാണിത്. കാരണം പോളിസി ലെവലിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെനോഗ്രാഫറുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവാം. നിങ്ങൾക്ക് ക്ലറിക്കലായിട്ട് മാത്രം ചിന്തിക്കാം. അതല്ല, നിങ്ങൾക്ക് ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊളിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പൊളിച്ചെടുക്കാനുള്ള സാഹചര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് മറ്റൊരു ഡയലോഗ് ഞാൻ ആലോചിക്കുന്നത്. അതായത് നീ ഇന്നലെ അപമാനിച്ചും ആട്ടിയിറക്കിയ ആ പാവം കൃഷ്ണേട്ടില്ലേ, അയാളെപ്പോലെയുള്ള ആയിരങ്ങളുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ എന്ന ആത്മാവിൻ്റെ സോൾ. അതിനുശേഷം പറയുന്ന ഒരു വാക്യമുണ്ട്, വർഷാവർഷം IAS അക്കാദമിയിൽ അടവിരിച്ചെടുക്കുന്ന ആ ആളെ പറ്റി എങ്ങനെയാണ് ഈ ഒരു IAS ഉദ്യോഗസ്ഥന്മാരെ ആ മസൂറിയിൽ നിന്ന് ട്രീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കകത്ത് നിന്ന് ഒരു സ്റ്റെനോഗ്രാഫറെയാണോ അതോ ഈ നിലയിലുള്ള പ്രതിപക്ഷത്തെ IASനകത്തു നിന്നുള്ള പ്രതിപക്ഷം എങ്ങനെയാണ് ആ ഒരു ഡീലിങ്സ് അവിടെ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിപക്ഷവും ഇതൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ ജോലി ചെയ്താൽ മതി. നമ്മുടെ ജോലി യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഫയലിൽ എഴുതുക, പറയുക എന്നുള്ളതാണ്. ദിസ് ഈസ് അവർ ജോബ് ആക്ച്വലി. അപ്പം സത്യസന്ധമായിട്ട് ഫയലിൽ അഭിപ്രായം എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതിനാണ് ഇപ്പം ഞാൻ സസ്പെൻഷൻ നിൽക്കുന്നത്. പറയുന്നത് കാരണം ഫയൽ എഴുതാൻ പാടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയുള്ള അപജയങ്ങൾ അവിടെ മാറ്റി നിർത്തിയാൽ, രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഒരു കരിയർ സിവിൽ സർവൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പൊതുബോധത്തിന് ഉള്ളത്. അതായത് സിവിൽ സർവൻറ്റുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോഴിക്കോട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ആ സമയത്ത് പ്രത്യേകിച്ചുള്ള പ്രതീക്ഷ ഫുൾ കൈ ഷർട്ടിട്ട് ഇങ്ങനെ ചാടി ഓടി വണ്ടിയിൽ നിന്ന് പോകണം, ഭയങ്കര തിരക്ക് അഭിനയിക്കണം, ഇല്ലാത്ത തിരക്ക് അഭിനയിക്കണം, എന്തിനാണ് ഇതിന് മാത്രം ഓടുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ കലക്ടറുടെ പണി നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെലിഗേഷൻ കൊടുക്കുകയും അനാവശ്യമായിട്ടുള്ള ഈ ഉദ്ഘാടനം പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ജോലിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണെങ്കിൽ 2 മണിക്കൂർ നേരത്തെ ഫയൽ വർക്കേ ഉള്ളൂ. ബാക്കി പറയുന്ന പോലെ വലിയ സാധനമായിട്ടൊക്കെ ഓവർ ഹൈപ്ഡ് ആണ്. ഇത് ദിസ് ഈസ് നോട്ട് യുവർ എൻറ്റയറിറ്റി. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വ്യക്തിത്വവും മുഴുവനും അവിടെ കൊണ്ട് അടയിരുത്തണ്ട. ഇപ്പം നിങ്ങൾ ഒരു മാഷാണെങ്കിൽ രാവും പകലും മാഷായിട്ട് തന്നെ ജീവിക്കണമെന്ന് വല്ല ഇതുകൊണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുണ്ട്, വേറെ 100 കാര്യങ്ങളുണ്ട്. യു ഹാവ് എ പേഴ്സണാലിറ്റി. അപ്പോൾ ഇൻഡിവിജ്വാലിറ്റി ഇത് മുഴുവനും ഈ ഒരു ജോലിയുടെ അവിടെ കൊണ്ട് കെട്ടിയിടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അവനവൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടും കൂടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ IAS ഐഡൻറ്റിറ്റി മാത്രമേ അവർക്കുള്ളൂ. ആ ഐഡന്റിറ്റി പൊലിപ്പിച്ച് ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയാലും അതിൻ്റെ അറ്റത്ത് IAS എന്ന് വയ്ക്കണം. ഇപ്പോൾ ഒരു ഡാൻസ് പരിപാടി അവതരിപ്പിച്ച് അവിടെയും IAS എന്ന് വയ്ക്കണം. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. പ്രശാന്ത് നായർ എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ചിലർ പറയുന്നത് നായർ പോലും വെക്കരുതെന്നാണ്. അതും പ്രിവിലേജ് ആണെന്നാണ്. പേരായിപ്പോയി. എന്ത് ചെയ്യാൻ? ഇത് ഒരു ഐഡന്റിറ്റി ആസ് എ IAS ഓഫീസർ മാത്രം ഉള്ളത്, അല്ലെങ്കിൽ അതിനെ പൊലിപ്പിച്ച് ദാറ്റ് ഈസ് വാട്ട് ഐ ആം എന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് നിങ്ങൾക്കൊരു ഗ്ലോറിഫൈഡ് ഒരു സ്റ്റെനോഗ്രാഫർ ബ്യൂറോക്രാറ്റർ ആയാൽ മതി എന്നുള്ളത്. അതല്ല, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാം. മനുഷ്യനെ പോലെ ജീവിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനെ പോലെ ജീവിക്കുമ്പോൾ യു ആർ വൾണറബിൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നിന്നിട്ട് ഞാൻ അവിടെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സംസാരിക്കേണ്ടി വരും. ഇങ്ങോട്ടേക്ക് പറയുന്നവർക്ക് ഞാൻ മറുപടിയും കൊടുക്കേണ്ടി വരും. മറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ കക്കുകയും മുക്കുകയും ഒക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് ബ്യൂറോക്രാറ്റ്സ് അവരെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല, മീഡിയ പോലും കഴിവതും വരാതെ ഒളിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇരുട്ടാണ് താല്പര്യം. അവരൊരിക്കലും സംവേദിക്കില്ല, അവർ തുറന്ന് സംസാരിക്കില്ല. അവരുടെ ടേംസും കണ്ടീഷൻസും വെച്ചിട്ട് അവർ മാത്രം പറയുന്നത് ഓൾ ഇന്ത്യ റേഡിയോ പോലെ നിങ്ങൾ കേട്ടോണം. അതിന്
അനുകൂലിച്ചോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിന്ന് കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഇത് ഡെഫിനറ്റ്ലി ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുതിയ ഒരു നിയമം നമ്മൾ ഈ RTIയെ കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത്. അത് മുഴുവൻ മാറാൻ പോവുകയാണ്, അതിനെയും പിടിച്ചു കെട്ടുകയാണ് എന്ന് പറയുന്ന നിലയിൽ പാർലമെന്റിനകത്ത് നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അപ്പോഴാണ് ഈ പുസ്തകം ഇറങ്ങിയത്. അല്ല, ഈ ശരിക്കും പിടിച്ചു കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ചില ഡിപ്പാർട്ട്മെന്റുകളെ പൂർണ്ണമായി ഒഴിവാക്കി അങ്ങനെയുള്ള ഉത്തരവുകൾ വരുമ്പോഴാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച കൂടുതലും മറ്റേ ഡിജിറ്റൽ റൈറ്റ്സിൻ്റെ എന്താ പറയുക, നമ്മുടെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊരു കൺസേൺ ആണ്. കാരണം എന്താണെന്നറിയോ, ഡിജിറ്റൽ ഇത് ഐഡൻറ്റിറ്റി റിലേറ്റഡ്, പ്രൈവസി റിലേറ്റഡ് റൈറ്റ്സ്, ഇത് മുഴുവനും ഒരു അരാജകത്വത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് EU-യും US-ലും ഒക്കെ അതിന് അനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ നിയമം കൊണ്ടുവരുമ്പോൾ ഡിജിറ്റലായിട്ടുള്ളതിന് മാത്രമാണ് ഇത് ബാധകമെന്നും കൂടെ ഓർക്കണം. ഡിജിറ്റലായിട്ടുള്ളതിന് വളരെ ഇമ്പോർട്ടൻ്റുമാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പലയിടത്ത് നമ്മുടെ ഡാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത മൊമെന്റിൽ നമുക്ക് കോൾ വരാൻ തുടങ്ങുകയാണ്, അവിടുന്ന് ഇവിടുന്നും പരസ്യവും മറ്റേതൊക്കെ. അതിൻ്റെ അർത്ഥം ഇന്നത് പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ വൾണറബിൾ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമല്ല. അത് ശരിക്കും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അത് രണ്ടും സംയോജിപ്പിച്ചിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് പോകേണ്ടതായിട്ടും ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് താങ്കൾ ഇപ്പോൾ മനുഷ്യന് മറ്റ് പല പ്രവർത്തികളും ചെയ്യേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഔദ്യോഗിക പദവി എന്ന അസ്തിത്വം മാത്രമല്ല, ഐഡൻറ്റിറ്റി മാത്രമല്ല, എനിക്ക് എൻ്റെ സർഗാത്മകമായ വിചാരങ്ങൾ, മറ്റു കാര്യങ്ങൾ, കുടുംബം, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പലമയുണ്ട് എന്നാണ് സാർ പറഞ്ഞത്. ഇപ്പം ഇതിനകത്ത് തന്നെ നോക്കിയാൽ ഓരോ അധ്യായവും കഥകളിലാണ് തുടങ്ങിയത്. എല്ലാ അധ്യായവും കഥകളിലാണ്. എന്തുകൊണ്ടാണ്? അതായത് അതിനകത്ത് ഏറ്റവും കൗതുകരമായ ഒരു കഥയും കൂടി ഞാൻ പങ്കുവെക്കാം. ഒരു ദിവസം തിരുവനന്തപുരത്ത് മൃഗശാലയിൽ നിന്ന് 2 സിംഹങ്ങൾ പുറത്തേക്ക് ചാടിപ്പോകുന്നു. ഒരു സിംഹത്തിനെ പാളയത്ത് വെച്ച് ആളുകൾ പിടിച്ച് മൃഗശാലയിൽ ഏൽപ്പിക്കുന്നു. ഒരു സിംഹം സെക്രട്ടേറിയറ്റിൽ കയറിക്കൂടുന്നു. അവിടെ നിന്ന് അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥനെയായിട്ട് പിടിച്ച് തിന്നുന്നു. അവസാനം ഒരു ദിവസം അവിടെ കോഫി ഷോപ്പിൽ നിന്ന് വന്ന സപ്ലയറെ പിടിച്ച് തിന്നുന്നതോടുകൂടിയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അതുവരെ അതായത് ഒരു ചായ മുടങ്ങിയാൽ സിസ്റ്റം പ്രവർത്തിച്ച് ഉണരും എന്ന് പറയുന്ന ഒരു കൗതുകം പങ്കുവച്ചിട്ടുണ്ട്. ശരിക്കും അത്ര വിലയേ ഉള്ളൂ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, നമ്മുടെ ഫയലുകൾക്കും ഓഫീസർമാർക്കും? സത്യത്തിൽ വിഷമം തോന്നിയാലും അതാണ് സത്യം. കാരണം ഞാൻ കണ്ടിട്ടുള്ള യാഥാർത്ഥ്യം, വിളിച്ചു പറയാനും ചോദിക്കാനും ആളില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒന്നും നടക്കില്ല. അത് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ശുപാർശ ഇല്ലാതെ, വിളിച്ചു പറയാൻ ആളില്ലാതെ, അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ കാര്യം നടക്കണ്ടേ? ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ലാത്തൊരു അവൻ്റെ കാര്യം നടക്കണ്ടേ? എങ്ങനെയാണ് ഇതെങ്ങനെ എത്ര നാളിങ്ങനെ പോകും? ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും, പ്രത്യേകിച്ച് അവർ പുറത്തൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പ്രായമായ അച്ഛനമ്മയൊക്കെ ആയിരിക്കും നാട്ടിലുണ്ടാവുക. ഇവർ നാട്ടിൽ വന്നിട്ട് അവരുടെ വീടിൻ്റെ നികുതി അടക്കുന്നതോ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. ഇതിനൊക്കെ ചിലപ്പോൾ എന്നെ വിളിച്ചു പറയാം. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് വല്ലതും വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവനൊക്കെ ജോലി ചെയ്യുന്നത് US-ലും UK-ലും അവിടെ ഇവിടെയൊക്കെയാണ്. അവിടെ പരദേശിയാണ്. അവൻ അവൻ്റെ സ്വന്തം നാട്ടിൽ വന്നിട്ട് ന്യായമായി നടക്കണ്ട, അവന് നികുതി അടക്കാൻ പോലും നമ്മൾ വിളിച്ചു പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അവൻ അവിടെ ഹി ഗെറ്റ്സ് ജസ്റ്റിസ്. US-ലും UK-ലും അവനവിടെ സിറ്റിസൺ പോലും അല്ലെങ്കിലും അവനവിടെ ഒന്നിനും ആരെയും ശുപാർശയില്ലാതെ അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ അവൻ്റെ നാട്ടിൽ നടക്കുന്നവന് ഇറ്റ്സ് നോട്ട് ശരിയല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു വില സിസ്റ്റം തരുന്നില്ല. അത് മാറണം എന്ന് പറഞ്ഞാൽ ഇപ്പം പൗരന്മാർക്കും അന്തസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. ഡിഗ്നിറ്റി വേണം. നമ്മൾ ചോദിക്കാനും പറയാനും ശുപാർശയൊക്കെ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. അപ്പം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, ഈ ചോദിക്കാനും പറയാനും കുറച്ച് പേരങ്ങ് അവതരിക്കും. ഒന്നുകിൽ ഇടനിലക്കാരായിട്ട് വരും, കൈക്കൂലി മേടിച്ചിട്ടുള്ള ഇടനിലക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറഞ്ഞിട്ടങ്ങ് വരും. നിന്റെയൊക്കെ കാര്യങ്ങൾ നടത്തിത്തരാൻ ഞാനേ പറഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ആരെങ്കിലും, അതായത് ഇങ്ങനെ ഒരു നീതിമാനായ മനുഷ്യനാണ് മുന്നിലുള്ളത് എന്ന ബോധ്യം സൊസൈറ്റിക്ക് ഉണ്ടായപ്പോഴും ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു കൈക്കൂലിയുമായിട്ട് അങ്ങേ സമീപിച്ചിനോ? ഇല്ല, കൈക്കൂലി ഇല്ല. പക്ഷെ രസകരമായൊരു സംഭവം നടന്നിട്ടുണ്ട്. മറ്റേ ഞാൻ KTDC MD ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഈ ഹോട്ടലുകൾ ഇൻസ്പെക്ഷൻ നടത്തും. അപ്പോൾ ഹോട്ടൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് ഞാൻ KTDC MD ആണ്, അതേസമയം എക്സൈസിൻ്റെ ചാർജും ഒക്കെ ഉണ്ട്.
അപ്പോൾ അന്ന് ഈ സ്റ്റാർ അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലേ ബാർ കിട്ടും. അപ്പോൾ ഇത് വലിയ വിഷയമാണ് അന്ന്. പിന്നീട് ഇത് വലിയ CBI അന്വേഷണമൊക്കെ വന്ന് അതെനിക്കൊന്ന് അതിന് ശേഷമാണെന്ന് തോന്നുന്നത് ഇത് നടക്കുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ കുറേ എണ്ണം പെൻഡിങ് കിടന്ന എല്ലാം ഇൻസ്പെക്ഷൻ നടത്തി തീർക്കുകയാണ്. നമ്മളൊരു കമ്മിറ്റി ഉണ്ട്. അപ്പം ഞാൻ ചെയർ ചെയ്യുന്ന കമ്മിറ്റിയൊക്കെ ഉണ്ട്, കുറേ പേരുടെ ഇതൊക്കെ. അപ്പം ഞാൻ KTDC കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹോട്ടൽ നടത്തിപ്പിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും മറ്റേതൊക്കെ അറിയാം. ശരിക്കും KTDC ആണ് ഏറ്റവും വലിയ ബാർ മുതലാളി കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിടുമ്പം ഇത് കമ്മിറ്റിക്കകത്ത് ഇൻഡസ്ട്രിയുടെ അംഗങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് KTDCയിലായതുകൊണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു കക്ഷി വിളിച്ചിട്ട് ഒരേ ചിരി എൻ്റെ അടുത്ത് വിളിച്ച് ഒരു തമാശ പറയാമെന്ന് മുന്നേ വിളിച്ചത് എന്താണെന്നറിയാം, ഈ കമ്മിറ്റിയിൽ സാധാരണ മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന ഇവർക്കൊക്കെ ഇവരെന്താ ചെയ്യാന്നറിയോ, ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുമായിരുന്നു. അത്ര ഗോൾഡ് കോയിനോ കോയിൻസോ വോട്ടോ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവര് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നമ്മളൊക്കെ സ്ഥലം വിട്ടല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാക്കിൽ വിട്ട് വരിക ഈ ഇത് തരാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ നമ്പറൊന്നും ഇല്ല ഈ കക്ഷികളുടെ. അപ്പോൾ വെച്ചടിച്ച് വരിക. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലുള്ള കക്ഷി എടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ സാറിനെ ഞങ്ങളൊന്ന് പിടിക്കാൻ പോകും. അന്നേരമാണ് പുള്ളി അയ്യോ ആ വഴിക്ക് പോകില്ലേ പണിയാണ് മറ്റേന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞ് ഇതാക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് തമാശക്ക് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞതാ. ഇങ്ങനൊരു സംഭവം രസകരമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഒരു കോയിനിൽ നിർത്തിയത് ഭയങ്കര മോശമായി. എന്തായാലും ഈ കോയിനുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതെ അതെ, അതാണ് ഞാൻ പറയുന്നത്. ഈ കോയിൻ കൊടുത്താലേ നടക്കൂ എന്നുള്ളൊരു അവസ്ഥ. ഇത് എത്ര ഇതുകൊണ്ടൊക്കെ എന്ത് കിട്ടും പലപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കുറേ ഉദ്യോഗസ്ഥരും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന കാണാം. ഇവരുടെയൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ഓരോ കഥകളും നമ്മൾ കേൾക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താണ് ഇവർ അവസാനം നേടിയത്. നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഡു യു വാണ്ട് ഇൻ ലൈഫ് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. നമ്മൾ കണിക്കൊന്നയുടെ കഥ വന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടതെന്നുള്ളതിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ വെറുതെ കുറേ പൈസ അടിച്ചു മാറ്റി കൂട്ടി അതൊന്നും അനുഭവിക്കാൻ പോലും യോഗം ഉണ്ടാവില്ല. ഒരു ലൈഫിന് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണ്, ശരിക്കും മനസ്സമാധാനമാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടുന്ന നമ്മൾ ചുറ്റുപാടുള്ളവരുടെ മനസ്സമാധാനമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ലൈഫ് ബോയിൽ ഞാൻ പറയുന്ന മാതിരി നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് യഥാർത്ഥത്തിൽ കൂടുതൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുമ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു പെറ്റുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനൊക്കെ സമയം കണ്ടെത്തുന്നതിൽ, ചുറ്റുമുള്ളവരുടെ വിഷമം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആക്ട്സ്. പെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പുസ്തകത്തിലെ അവസാനത്തെ പ്രൊഫൈൽ എഴുതിയത് ഞാനും ഭാര്യയും 2 കുട്ടികളും പൂച്ചക്കുട്ടികളുമായി തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. ഒരു ബഷീറിയൻ ശൈലിയിലാണ്. പൂച്ചകളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. എങ്ങനെയാ? പിന്നെ പൂച്ച കുട്ടിക്കാലം തൊട്ടേ പൂച്ചകൾ ഉണ്ട്. 10-28 പൂച്ചകൾ ഉണ്ടായിരുന്നു ഓരോ സമയത്തായിട്ട്. ഇപ്പൊ ഒന്നേ ഉള്ളൂ, ഒന്നുകൂടെ എടുക്കണം എന്നുണ്ട്. നല്ലവണ്ണം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോർ വേരിയസ് റീസൺസ്. കാരണം പൂച്ചയാണ് ഏറ്റവും നല്ല ഒരു സ്പിരിച്വൽ ടൂൾ. നമ്മളെ ഒരു സ്പിരിച്വലായിട്ട് വളർത്തുന്ന ഒരു ജീവിയാണ്. കാരണം ഇവൻ അല്ലെങ്കിൽ ഇവൾ നമ്മളെ സന്തോഷിപ്പിക്കാനൊന്നും ഓടി പട്ടി പോലെയല്ല. നമ്മുടെ അടുത്ത് ഒന്ന് വാലാട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതിന് തോന്നുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരിക. അത് പല അർത്ഥത്തിലും ദൈവത്തെ പോലെയാ. കാരണം ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇപ്പം പൂച്ചയെ വിളിച്ചാൽ, പേര് വിളിച്ചാൽ പലപ്പോഴും അവൻ കേട്ടാലും കേൾക്കാത്ത പോലെയൊക്കെ ഇരിക്കും. അവന് വെൻ ഹീ ഫീൽസ് ദറ്റ് ഹീ നീഡ്സ് ടു ബി പെറ്റഡ് നമ്മുടെ അടുത്ത് വരും. ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. പൂച്ചയ്ക്ക് അതിൻ്റെതായ തീരുമാനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞാൽ അതുപോലെ അങ്ങനെ ചുമ്മാ അനുസരിക്കും. ട്രെയിൻ ചെയ്ത് ഈ പട്ടിയോ മറ്റു മൃഗങ്ങളെ പോലെയൊക്കെ ചെയ്യിപ്പിക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് റെസ്പെക്റ്റ് തോന്നും. റിലേഷൻഷിപ്പ് വളരെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്, അല്ലാതെ ഒരു അടിമത്ത മനോഭാവത്തോടു കൂടെ ഉള്ളതല്ല. അപ്പോൾ പൂച്ചയെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് മനുഷ്യരോടും കുറച്ച് എന്താ പറയുക റെസ്പെക്ട്ഫുള്ളി ഡീൽ ചെയ്യാൻ പഠിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മൊത്തം സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന അഴിമതിയും മറ്റു കാര്യങ്ങളും എല്ലാം അടിസ്ഥാന റൂട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്. ആ ഒരു സ്കൂളിങ്ങിനെ കുറിച്ച് ടീച്ചേഴ്സ്, അതിൻ്റെ വിനിമയങ്ങൾ, ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു തരത്തിൽ നിങ്ങൾ ഒരു ടീച്ചിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സേവനമാണെങ്കിലും ഒരു തരത്തിൽ വേറെ നിലയിൽ ഒരു ടീച്ചിങ് ആണ്. എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്. സത്യത്തിൽ ഈ ടീച്ചിങ് ഇഷ്ടമാണ്. ടീച്ചിങ്ങിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്കൂളുകളെ പറ്റി പറയുമ്പം
ഞാൻ SC/ST വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അന്ന് ഈ കുട്ടികളുടെ റിസൾട്ടിനെ പറ്റി ചർച്ചയും മറ്റൊക്കെ നടക്കുകയായിരുന്നു. 68 ഒരു സ്റ്റഡി ഉണ്ട് സൈക്കോളജിയിൽ, US നടന്ന, കാലിഫോർണിയയിൽ നടന്ന ഒരു സ്റ്റഡിയാണ്. റോസെന്താൽ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞ, സൈക്കോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു സ്റ്റഡിയിൽ സ്കൂളിൽ പോയിട്ട് കുറേ IQ ടെസ്റ്റ് മാതിരി നടത്തി. അപ്പോൾ നടത്തിയതിന് ശേഷം കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ മിടുക്കരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി. എന്നിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരാണ് മിടുക്കരായിട്ടുള്ള കുട്ടികൾ, ഇവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം, ഇവരുടെ പഠിത്തം എങ്ങനെയിരിക്കും നോക്കണം. അപ്പോൾ സംഭവം ശരിയാണ്. അടുത്ത വർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ കുട്ടികളുടെ മാർക്കൊക്കെ ഭയങ്കര ഗണിതമാണ്, നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. ചുമ്മാതെ ഈ റാൻഡമായിട്ട് കുറച്ച് കുട്ടികൾ നന്നായി പഠിക്കും എന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ഇവര് നല്ല കുട്ടികളാ, ഇവർക്ക് റാങ്ക് കിട്ടും എന്ന് പറഞ്ഞ് അമിതമായ ശ്രദ്ധ എടുത്തിട്ട് ഇവർ പഠിക്കാൻ തുടങ്ങി. ഇതിന്ന് ആ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ആണ് കുട്ടികളുടെ റിസൾട്ടിനെ യഥാർത്ഥത്തിൽ ബാധിക്കുന്നതെന്ന്. അപ്പോൾ ഇത് തന്നെയാണ് ഈ സ്കൂളുകളിലും സംഭവിക്കുന്നത്. കാരണം ഈ കുട്ടികളിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള മുൻവിധിയോടുകൂടെ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ അത് ഇന്നും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ സ്കൂളിൽ തന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ച്, അല്ലെങ്കിൽ ഒരു പഠിപ്പിസ്റ്റാണെന്ന് തോന്നുന്നത്, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ഒരു കുട്ടി, ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരിക്കുന്ന കുട്ടി, ഇവർക്കൊക്കെ ചില ടീച്ചേഴ്സ് ഒരു അമിത പരിഗണന കൊടുക്കും. അപ്പോൾ അവരിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ ചോദിക്കാനും പറയാനുള്ളവരുടെ മക്കൾ, അവർക്കൊക്കെ കുറച്ചുകൂടെ താല്പര്യം കൊടുക്കും. അത് കാരണം ടീച്ചേഴ്സ് എക്സ്പെക്റ്റേഷനാണ് അതിന് കാണിക്കുന്നത്. ഇവൻ നന്നാവും, ഇവൻ നന്നായിട്ട് പഠിക്കും, ഇവൻ്റെ അച്ഛൻ ഇന്നതാണ്, ഇവൻ്റെ ചേട്ടൻ നന്നായി പഠിച്ചിരുന്നു, ഇവൻ്റെ ചേച്ചി ഇന്നടുത്താണ്, അപ്പോൾ നന്നാവും എന്നുള്ള ഒരു 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 പ്രികൺസീവ്ഡ് നോഷൻ ഉണ്ടല്ലോ. ഇതില്ലാതെ ശരിക്കൊരു ഫ്രീ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി അവർ റിസൾട്ട്സ് വുഡ് ബി ബെറ്റർ. അത് കുറച്ചുകൂടെ ഫെയർ ആയതിനെ. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് സെൻസ് ഓഫ് ഇൻജസ്റ്റിസ് വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ രണ്ടുപേര് ഒരേ തെറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ശരിക്കും അതൊരു പോറലായിരിക്കും, അത് എക്കാലം നിൽക്കുകയും ചെയ്യും. ഇത് ഇത്തരം കാര്യങ്ങൾ പലതും ഇപ്പോഴും നമ്മൾ ഇതൊക്കെ ഭയങ്കര പ്രോഗ്രസീവാണെന്ന് പറയുമ്പോഴും ടീച്ചേഴ്സ് ചിലരെങ്കിലും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല. ചില ടീച്ചേഴ്സ് ഇന്നും, എനിക്ക് അറിയാവുന്ന ഒരു സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞ ഡയലോഗാണ്, ഈ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്, നീ ഒരിക്കലും നന്നാവില്ല എന്നൊരു കുട്ടിയെടുത്ത്, ചെറിയ ക്ലാസ്സിലെ കുട്ടിയെടുത്ത് പറയാണ്, നീ ഒരിക്കലും നന്നാവില്ല, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, മറിച്ച്. ഇതൊക്കെ ആ ടീച്ചറുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവുമാണ് എടുക്കുന്നത്. കുട്ടിക്ക് ദേഷ്യം വരാം, കുട്ടിക്ക് ടെമ്പർ പോകണം, അത് കുട്ടി വളരുന്നേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികളുടെ ഈ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് അതൊക്കെ ആവാം. നമ്മൾ ടീച്ചേഴ്സും അതുപോലെ ആവാൻ പാടില്ലല്ലോ. അതായത് തീർച്ചയായും കളക്ടർ പ്രശാന്ത് നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ തരം ടീച്ചിങ് ആണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ദൈവതുല്യരെന്ന് ഭാവിക്കുന്ന ഭീരുക്കളായ ഉദ്യോഗസ്ഥരെക്കാൾ നാടിന് നല്ലത് ആർദ്രതയും കരുണയുമുള്ള സത്യസന്ധരായ മനുഷ്യരാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോടുള്ള ഈ സംഭാഷണം തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക് യു സോ മച്ച്.